കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. SCERT സയൻസ് 6ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. പാഠം 4 പൂക്കാം കായ്ക്കാം. ഈ പാഠഭാഗത്ത് പൂവിനെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചുമാണ് പഠിക്കാനുള്ളത്. പൂവിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളും അതുപോലെ വ്യത്യസ്ത ഫലങ്ങളെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. അതുപോലെ ഹാൻഡ് ബുക്കിലും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണിത്. പാഠഭാഗത്തേക്ക് കടക്കാം. ആദ്യം ആകെ സസ്യലോകത്തെ 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് ഹാൻഡ് ബുക്കിൽ വരുന്ന ഭാഗമാണ്. 5ആയിട്ട് സസ്യലോകത്തെ തിരിക്കാം. ഏതൊക്കെയാണ്? ആൽഗകൾ, ബ്രയോഫൈറ്റുകൾ, ടെറിഡോഫൈറ്റുകൾ, അനാവൃത ബീജസസ്യങ്ങൾ, ആവൃത ബീജസസ്യങ്ങൾ. ആൽഗകൾ, ബ്രയോഫൈറ്റുകൾ, ടെറിഡോഫൈറ്റുകൾ, അനാവൃത ബീജസസ്യങ്ങൾ, ആവൃത ബീജസസ്യങ്ങൾ. അനാവൃത ബീജസസ്യങ്ങൾ ജിംനോസ്പേം, ആവൃത ബീജസസ്യങ്ങൾ ആൻജിയോസ്പേം. ബ്രയോഫൈറ്റുകൾക്ക് 2 ഉദാഹരണങ്ങളാണ് മോസ്, ലിവർവേർട്ടുകൾ. ബ്രയോഫൈറ്റുകളുടെ എക്സാമ്പിളാണ് മോസ്, ലിവർവേർട്ടുകൾ. ടെറിഡോഫൈറ്റുകൾക്ക് എക്സാമ്പിളാണ് പന്നൽ ചെടി. പന്നൽ ചെടി ഒരു ടെറിഡോഫൈറ്റാണ്. പന്നൽ ചെടിയുടെ ഡയഗ്രാം കുറച്ച് കണ്ടുവരുന്നുണ്ട്. പന്നൽ ചെടി ഒരു ടെറിഡോഫൈറ്റാണ്. അനാവൃത ബീജസസ്യങ്ങൾക്ക് എക്സാമ്പിളാണ് സൈക്കസും പൈനും. അനാവൃത ബീജസസ്യങ്ങൾക്ക് എക്സാമ്പിളാണ് സൈക്കസ്, പൈന്. അതുപോലെ തന്നെ അനാവൃത ബീജസസ്യങ്ങളുടെ ഒരു സവിശേഷതയാണ് ഒവ്യൂളുകൾക്ക് അണ്ഡാശയത്തിലെ ആവരണം ഉണ്ടാവില്ല. അതുകൊണ്ട് ഫലത്തിലെ വിത്തുകൾക്കും ആവരണം ഉണ്ടാവില്ല. അണ്ഡാശയത്തിൽ കാണപ്പെടുന്ന ഒവ്യൂളുകളാണ് ഫലങ്ങളായിട്ട് മാറുമ്പോൾ വിത്തുകളായി മാറുന്നത്. ഈ ഒവ്യൂളുകൾക്ക് ആവരണം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫലത്തിലെ വിത്തുകൾക്കും ആവരണം ഉണ്ടാവില്ല. ഇത് അനാവൃത ബീജസസ്യങ്ങളുടെ സവിശേഷതയാണ്. ദെൻ ആവൃത ബീജസസ്യങ്ങൾ. ആവൃത ബീജസസ്യങ്ങൾ മാത്രമാണ് സപുഷ്പികൾ. പൂക്കളുണ്ടാവുന്നത് ആവൃത ബീജസസ്യങ്ങളിൽ മാത്രമാണ്. ദെൻ എന്താണ് പൂവ്? പൂവിൻ്റെ ഭാഗങ്ങളും. ഡയഗ്രാം ശ്രദ്ധിക്കുക. പൂവിൻ്റെ ഭാഗങ്ങളാണ് തന്നിട്ടുള്ളത്. പൂഞ്ഞെട്ട്, പുഷ്പാസനം, വിതളപ്പുടം, ദളപുടം, കേസരപുടം, ജനിപുടം. പൂഞ്ഞെട്ട്, പുഷ്പാസനം, വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം. ഇനി ഓരോന്നിൻ്റെയും ധർമ്മങ്ങൾ എന്താണെന്ന് നോക്കാം. പൂഞ്ഞെട്ടാണ്. പൂവിനെ തണ്ടുമായി ബന്ധിപ്പിക്കുന്നു. പുഷ്പാസനം, തലാമസ്, പൂവിൻ്റെ മറ്റ് ഭാഗങ്ങൾക്ക് ഇരപ്പിടം ഒരുക്കുന്നു. പുഷ്പാസനം, തലാമസ്, പൂവിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത് പുഷ്പാസനമാണ്. വിതളപുടം, കാലിക്സ്, വിതളപുടം, വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. പൂ മൊട്ടായിരിക്കുമ്പോൾ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വിതളപുടമാണ്. ദളപുടം, ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നു. ദളങ്ങൾ കൂടിച്ചേർന്ന് ദളപുടം രൂപപ്പെടുന്നു. പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നു. കേസരപുടം, കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് കേസരപുടം, ആൻഡ്രീഷ്യം. പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് കേസരപുടം. ജനിപുടം, ജിംനേഷ്യം, ഗൈനീഷ്യം, പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗം. ജനിപുടത്തിൽ ഒന്നോ ഒന്നിലധികമോ ജനികളുണ്ടാകും. പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം. ജനിപുടത്തിൽ ഒന്നോ ഒന്നിലധികമോ ജനികളുണ്ടാകും. എന്താണ് പൂർണ്ണ പുഷ്പം? വിതളപുടം, ദളപുടം, ജനിപുടം, കേസരപുടം എന്നിവയാണ് പൂവിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ഈ 4 ഭാഗങ്ങളുള്ള പുഷ്പത്തെ പൂർണ്ണ പുഷ്പം എന്ന് പറയും. ഒരു പുഷ്പത്തെ പൂർണ്ണ പുഷ്പം എന്ന് പറയുന്നത് ഒരു വിതളപുടം, ദളപുടം, ജനിപുടം, കേസരപുടം, ഈ 4 പ്രധാന ഭാഗങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു പുഷ്പത്തെയാണ് പൂർണ്ണ പുഷ്പം എന്ന് പറയുന്നത്. വിതളപുടം, ദളപുടം, ജനിപുടം, കേസരപുടം. ദെൻ പൂക്കാത്ത സസ്യങ്ങൾ. നമ്മൾ പഠിച്ചു എല്ലാ സസ്യങ്ങളും പൂക്കുന്നില്ല. ആവൃത ബീജസസ്യങ്ങൾ മാത്രമേ പൂക്കുന്നുള്ളൂ. അപ്പോൾ പൂക്കാത്ത സസ്യങ്ങൾ ഏതൊക്കെയാണ്? ബാക്കി വരുന്നതെല്ലാം ആൽഗകൾ, ടെറിഡോഫൈറ്റ്, ബ്രയോഫൈറ്റ്, അനാവൃത ബീജസസ്യങ്ങൾ, ഇവയെല്ലാം പൂക്കാത്ത സസ്യങ്ങളാണ്. അതിന് ഉദാഹരണങ്ങൾ തന്നതാണ് പൈന്, സൈക്കസ്, പന്നൽ.
പൈന്, സൈക്കസ്, പന്നൽ. നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. നീലക്കുറിഞ്ഞി പശ്ചിമഘട്ട മലനിരകളിലാണ് കാണപ്പെടുന്നത്. 12 വർഷത്തിലൊരിക്കലാണ് പൂക്കുന്നത്. ഓഗസ്റ്റ് ഒക്ടോബർ കാലത്താണ് ഇത് പൂക്കുക. നീലക്കുറിഞ്ഞി ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന. പശ്ചിമഘട്ട മലനിരകളിലാണ് കാണപ്പെടുന്നത്. 12 വർഷത്തിലൊരിക്കലാണ് പൂക്കുക. അത് ഓഗസ്റ്റ് ഒക്ടോബർ കാലങ്ങളിലായിരിക്കും. ദെൻ പൂവിൻ്റെ ധർമ്മങ്ങൾ. ഒരു ചെടിയിലെ ഒരു പൂവ്, അതിൻ്റെ ധർമ്മം എന്താണ്? പൂവാണ് ഫലമായിട്ട് മാറുന്നത്. പിന്നെ ഈ ഫലത്തിലെ വിത്തുകൾ എന്താവും? പുതിയ ചെടിയായിട്ടും മാറുന്നു. പൂ ഫലമാവുകയും ഫലത്തിലെ വിത്തുകൾ പുതിയ ചെടിയാവുകയും ചെയ്യുന്നു. എങ്ങനെയാണ് പൂ ഫലമായിട്ട് മാറുന്നത്? പ്രത്യുൽപാദനം നടക്കുന്നതിലൂടെയാണ് ഒരു പൂവിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാവുന്നത്. പ്രത്യുൽപാദനം നടക്കാൻ ആൺ പ്രത്യുൽപാദന അവയവവും വേണം, പെൺ പ്രത്യുൽപാദന അവയവവും വേണം. ഒരു പൂവിലെ ആൺ പ്രത്യുൽപാദന അവയവമാണ് കേസരം, പെൺ പ്രത്യുൽപാദന അവയവമാണ് ജനി. ആൺ പ്രത്യുൽപാദന അവയവം കേസരവും, കേസരങ്ങൾ കൂടിയിട്ടാണ് കേസരപുടമാവുന്നത്. അതുപോലെ പെൺ പ്രത്യുൽപാദന അവയവമാണ് ജനി, ജനികൾ കൂടിയിട്ട് ജനിപുടമാവുന്നു. ഡയഗ്രം ശ്രദ്ധിക്കുക. കേസരത്തിൻ്റെതാണ് ആദ്യം തന്നിട്ടുള്ളത്. കേസരത്തിൻ്റെ ഭാഗങ്ങളാണ് തന്തുകം, പരാഗി. കേസരത്തിൻ്റെ ആൺ പ്രത്യുൽപാദന അവയവമായ കേസരത്തിൻ്റെ ഭാഗങ്ങളാണ് തന്തുകം, പരാഗി. പെൺ പ്രത്യുൽപാദന അവയവമായ ജനിയുടെ ഭാഗങ്ങളാണ് പരാഗണസ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം, ഓവ്യൂള്. പരാഗണസ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം, ഓവ്യൂള്. കേസരപുടത്തിലെ ഭാഗങ്ങളാണ് തന്തുകം, പരാഗി, പരാഗരേണുക്കൾ. പരാഗരേണുക്കൾ എവിടെ ഉണ്ടാവുക? പരാഗിയിലെ അറകളിൽ കാണപ്പെടുന്നു. പൂംബീജത്തെ വഹിക്കുന്നത് പരാഗികളാണ്. തന്തുകം, പരാഗി, അതുപോലെ പരാഗരേണുക്കളുണ്ട്. പരാഗരേണുക്കൾ കാണപ്പെടുന്നത് പരാഗിയിലാണ്. പരാഗി ആണ് പൂംബീജത്തെ വഹിക്കുന്നത്. ദെൻ ജനി. ജനിപുടത്തിൽ കാണപ്പെടുന്നതാണ് പരാഗണസ്ഥലം ഉണ്ടാവും, ജനിതണ്ടുണ്ടാവും, അണ്ഡാശയം, അണ്ഡാശയത്തിനുള്ളിൽ അണ്ഡവും അണ്ഡാശയത്തിനുള്ളിൽ ഒവ്യൂളുണ്ടാവും, ഒവ്യൂളിനകത്താണ് അണ്ഡം കാണപ്പെടുന്നത്. ജനിപുടത്തിൽ പരാഗണസ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം, അണ്ഡാശയത്തിനകത്ത് ഒവ്യൂൾ വരുന്നുണ്ട്, ഒവ്യൂളിനകത്താണ് അണ്ഡങ്ങൾ ഉണ്ടാവുക. ഒന്നിലധികം അണ്ഡാശയങ്ങളുള്ള പൂക്കൾ. പെൺ പ്രത്യുൽപാദന അവയവമായ ജനിയിൽ ഒന്നിലധികം അണ്ഡാശയങ്ങളുള്ള പൂക്കളുണ്ടാവും. അതിനുദാഹരണങ്ങളാണ് ചെമ്പകപ്പൂവ്, താമരപ്പൂവ്, സീതപ്പായപ്പൂവ്, അരണമരപ്പൂവ്. ചെമ്പകപ്പൂവ്, താമരപ്പൂവ്, സീതപ്പായപ്പൂവ്, അരണമരപ്പൂവ്. ദെൻ ഏകലിംഗ പുഷ്പങ്ങൾ. എന്താണ് ഏകലിംഗ പുഷ്പങ്ങൾ? അതായത് ചെടികളിൽ പൂക്കളുണ്ടാവും. ഒരു ചെടിയിൽ, ഒരു പൂവിൽ അത് ആൺപൂവാണോ പെൺപൂവാണോ എന്ന് കണ്ടെത്തണം. അതിൽ ചില പൂക്കളിൽ കേസരപുടവും ജനിപുടവും ഉണ്ടാവും. എന്നാൽ ചില പുഷ്പങ്ങളിൽ ജനിപുടം മാത്രമോ അല്ലെങ്കിൽ കേസരപുടം മാത്രമോ ആണ് ഉണ്ടാവുക. അതിനനുസരിച്ചാണ് ഏകലിംഗ പുഷ്പങ്ങളെന്നും ദ്വിലിംഗ പുഷ്പങ്ങളെന്നും വേർതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകലിംഗ പുഷ്പങ്ങൾ എന്താണ്? കേസരപുടം, ജനിപുടം ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം കാണപ്പെടുന്ന പുഷ്പങ്ങളാണ് ഏകലിംഗ പുഷ്പങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒരു പുഷ്പം അത് ആൺപുഷ്പമോ പെൺപുഷ്പമോ ആയിരിക്കും. കേസരപുടം അല്ലെങ്കിൽ ജനിപുടം ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ആ പുഷ്പത്തിൽ കാണപ്പെടുകയുള്ളൂ. അതാണ് ഏകലിംഗ പുഷ്പങ്ങൾ. ദെൻ ദ്വിലിംഗ പുഷ്പങ്ങൾ എന്താണ്? ഒരു പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണപ്പെടുന്ന പുഷ്പങ്ങളാണ് ദ്വിലിംഗ പുഷ്പങ്ങൾ. ഒരു പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണപ്പെടുന്ന പുഷ്പങ്ങളാണ് ദ്വിലിംഗ പുഷ്പങ്ങൾ. ഇതിന് ഉദാഹരണങ്ങൾ നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നതും ഹാൻഡ് ബുക്കിലും തന്നിട്ടുണ്ട് ഒരുപാട് എക്സാമ്പിൾസ്. എല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ള ടേബിളാണിത്. ഏകലിംഗ പുഷ്പങ്ങൾ, ദ്വിലിംഗ പുഷ്പങ്ങൾ. ഏകലിംഗ പുഷ്പങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ് തെങ്ങ്, പ്ലാവ്, പപ്പായ, പടവലം, മത്തൻ, വെള്ളരി, കുമ്പളം, ചുരയ്ക്ക, തണ്ണിമത്തൻ, ചോളം, എണ്ണപ്പന.
ഏകലിംഗ പുഷ്പങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് പഠിക്കണം. ഏകലിംഗ പുഷ്പങ്ങളുടെ ഉദാഹരണങ്ങളാണ് തെങ്ങ്, പ്ലാവ്, പപ്പായ, പടവലം, മത്തൻ, വെള്ളരി, കുമ്പളം, ചുരയ്ക്ക, തണ്ണിമത്തൻ, ചോളം, എണ്ണപ്പന. ഇവയിലെല്ലാം ആൺപൂവോ പെൺപൂവോ ആയിട്ടാണ് ഉണ്ടാവുക. ദെൻ ദ്വിലിംഗ പുഷ്പങ്ങൾ. പുഷ്പങ്ങളിൽ കേസരപുടവും ജനിപുടവും കാണപ്പെടുന്ന സസ്യങ്ങളാണ് വെണ്ട, പയർ, തക്കാളി, ചെമ്പരത്തി, പേരക്ക, ബീൻസ്, വഴുതന, മുളക്, ചെണ്ടുമല്ലി, രാജമല്ലി, റോസ്, മന്ദാരം, അരളി, സൂര്യകാന്തി. ദ്വിലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വെണ്ട, പയർ, തക്കാളി, ചെമ്പരത്തി, പേരക്ക, ബീൻസ്, വഴുതന, മുളക്, ചെണ്ടുമല്ലി, രാജമല്ലി, റോസ്, മന്ദാരം, അരളി, സൂര്യകാന്തി. ഏകലിംഗ പുഷ്പങ്ങളെയും ദ്വിലിംഗ പുഷ്പങ്ങളും പറഞ്ഞു. ദെൻ ഏകലിംഗ സസ്യങ്ങളും ദ്വിലിംഗ സസ്യങ്ങളുമുണ്ട്. അതെന്താണ്? ഒരു ചെടിയിൽ, ഒരു സസ്യത്തിൽ ആൺപൂക്കൾ മാത്രം അല്ലെങ്കിൽ പൂക്കൾ മാത്രം, അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? ഏകലിംഗ സസ്യമായിരിക്കും. ഇനി ഒരു സസ്യത്തിൽ തന്നെ ആൺപുഷ്പങ്ങളും പെൺപുഷ്പങ്ങളും ഉണ്ടെങ്കിൽ അത് ദ്വിലിംഗ സസ്യങ്ങളുമായിരിക്കും. അപ്പോൾ ഒരു ചെടിയിൽ ആൺപുഷ്പങ്ങൾ മാത്രമാണോ അല്ലെങ്കിൽ പെൺപുഷ്പങ്ങൾ മാത്രമാണോ അല്ലെങ്കിൽ പെൺപുഷ്പവും ആൺപുഷ്പവും ഉണ്ടോ, ഇതിനനുസരിച്ചുള്ള വേർതിരിക്കലാണ് ഏകലിംഗ സസ്യങ്ങളെന്നും ദ്വിലിംഗ സസ്യങ്ങളെന്നും. എന്താണ് ഏകലിംഗ സസ്യങ്ങൾ? ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിൽ കാണപ്പെടുന്നതാണ് ഏകലിംഗ സസ്യങ്ങൾ. ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിൽ കാണപ്പെടുന്നു. ഇതാണ് ഏകലിംഗ സസ്യങ്ങൾ. ദെൻ ദ്വിലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു സസ്യത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്നതാണ് ദ്വിലിംഗ സസ്യങ്ങൾ. ഒരു സസ്യത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്നു. ഇതാണ് ദ്വിലിംഗ സസ്യങ്ങൾ. ഇതിന് ഉദാഹരണങ്ങളാണ് ഏകലിംഗ സസ്യങ്ങളാണ് ഈന്തപ്പന, കുടംപുളി, ജാതി, പപ്പായ. ഏകലിംഗ സസ്യങ്ങൾ, ഈ സസ്യങ്ങളിൽ ആൺപൂക്കളോ പെൺപൂക്കളോ മാത്രമാണ് ഉണ്ടാവുക. ഈന്തപ്പന, കുടംപുളി, ജാതി, പപ്പായ. ദ്വിലിംഗ സസ്യങ്ങളാണ് വെള്ളരി, മത്തൻ, കുമ്പളം, പടവലം, തെങ്ങ്. ഏകലിംഗ സസ്യങ്ങളും ഏകലിംഗ പുഷ്പങ്ങളും കൺഫ്യൂഷൻ വരരുത്, കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് പഠിക്കണം. ദ്വിലിംഗ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വെള്ളരി, മത്തൻ, കുമ്പളം, പടവലം, തെങ്ങ്. ദെൻ എന്താണ് പരാഗണം? നമ്മൾ പറഞ്ഞു പൂക്കൾ ഫലങ്ങളായിട്ട് മാറുന്നു. ഫലങ്ങളായിട്ട് മാറണമെങ്കിൽ അവിടെ എന്ത് നടക്കണം? പരാഗണം നടക്കണം. പരാഗണം എന്താണ്? പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. പരാഗി എന്ന് പറയുന്നത് ആൺ കേസരപുടത്തിൻ്റെ ഭാഗമാണ്. ഒരു കേസരത്തിൻ്റെ, അതായത് ആൺ പ്രത്യുൽപാദന അവയവത്തിൻ്റെ ഭാഗമാണ് പരാഗി എന്ന് പറയുന്നത്. തന്തുകവും പരാഗിയും. ഈ പരാഗിയിലാണ് എന്തുണ്ടാവുക? പരാഗരേണുക്കൾ ഉണ്ടാവുക. ഈ പരാഗരേണുക്കളെ ജനിയിലെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം എന്ന് പറയുന്നത്. കേസരത്തിലെ പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ ജനിയിലെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. എങ്ങനെയാണ് പരാഗണം സംഭവിക്കുന്നത്? അതായത് ആൺപൂക്കളിൽ നിന്ന് അല്ലെങ്കിൽ കേസരത്തിൽ നിന്ന് ജനിയിലേക്ക് അല്ലെങ്കിൽ പെൺപൂക്കളിലേക്ക് ഈ പരാഗരേണുക്കൾ എങ്ങനെയാണ് എത്തുന്നത്? പരാഗണകാരികൾ വഴിയാണ്. അതിനൊരു ഇടനിലക്കാരുണ്ടാവും, അവരാണ് പരാഗണകാരികൾ. പരാഗിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് എത്തിക്കുന്ന ഇടനിലക്കാരെയാണ് പരാഗണകാരികൾ എന്ന് പറയുന്നത്. പ്രാണികൾ, ചിത്രശലഭങ്ങൾ, പക്ഷികൾ, കാറ്റ്, ജലം വഴിയൊക്കെ പരാഗണം സംഭവിക്കാം. പ്രാണികൾ, പക്ഷികൾ, ജന്തുക്കൾ വഴി പരാഗണം നടത്തുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്? പ്രാണികൾ, പക്ഷികൾ, ജന്തുക്കളൊക്കെ പരാഗണകാരികളായിട്ടുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ചെത്തി, മുല്ല, റോസ്, ബൊഗൻവില്ല, അരിപ്പൂവ്, നിശാഗന്ധി, മാവ്, വായ, പേര, തെങ്ങ്. ചെത്തി, മുല്ല, റോസ്, ബൊഗൻവില്ല, അരിപ്പൂവ്, നിശാഗന്ധി, മാവ്, വായ, പേര, തെങ്ങ്. ഇവയെല്ലാം പ്രാണികൾ, പക്ഷികൾ അല്ലെങ്കിൽ ജന്തുക്കൾ വഴിയായിട്ട് പരാഗണം സംഭവിക്കുന്നവയാണ്. കാറ്റ് പരാഗണകാരികളായിട്ടുള്ള സസ്യങ്ങളാണ് ഗോതമ്പ്, നെല്ല്, കരിമ്പ്, തെങ്ങ്. ഗോതമ്പ്, നെല്ല്, കരിമ്പ്, തെങ്ങിലൊക്കെ കാറ്റ് വഴിയാണ് പരാഗണം നടക്കുന്നത്.
ജലം വായി നടക്കുന്നതാണ് വാലിസ്നേറിയ, ഹൈഡ്രിയ എലോഡിയ, കെൽപ്പ്. ഇമ്പോർട്ടൻ്റ് ആണ്. വാലിസ്നേറിയ, ഹൈഡ്രിയ എലോഡിയ, കെൽപ്പ് ഇവയെല്ലാം ജലത്തിലൂടെ പരാഗണം നടക്കുന്നവയാണ്. ദെൻ സ്വപരാഗണവും പരപരാഗണവും. എന്താണ് സ്വപരാഗണം അല്ലെങ്കിൽ പരപരാഗണം? സ്വപരാഗണം എന്ന് പറയുന്നത് ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ അതേ ചെടിയിലെ മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതാണ് സ്വപരാഗണം. സ്വപരാഗണം എന്ന് പറയുന്നത് ഒരു ചെടിയിലെ ഒരു പൂവിൽ കേസരപുടവും ജനിപുടവും ഉണ്ട്. അതായത് ദ്വിലിംഗ പുഷ്പങ്ങളാണെങ്കിൽ ആ പുഷ്പത്തിൽ തന്നെ പരാഗണം നടക്കുന്നത്, അല്ലെങ്കിൽ ദ്വിലിംഗ സസ്യങ്ങളാണെങ്കിൽ അതായത് ആൺപൂക്കളും പെൺപൂക്കളും ഉള്ള ഒരു സസ്യത്തിൽ ആ ചെടിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരാഗണം നടക്കുന്നതാണ് സ്വപരാഗണം. ഒരു പൂവിൽ തന്നെ അല്ലെങ്കിൽ ഒരു ചെടിയിൽ തന്നെ, അതായത് ദ്വിലിംഗ സസ്യത്തിൽ അല്ലെങ്കിൽ ദ്വിലിംഗ പുഷ്പത്തിൽ നടക്കുന്നതാണ് സ്വപരാഗണം. ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ അതേ ചെടിയിലെ മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതാണ് സ്വപരാഗണം. എന്നാൽ പരപരാഗണം എന്താണ്? ഒരു പൂവിൽ നിന്ന് അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പരാഗണ രേണുക്കൾ പതിക്കുന്നതാണ് പരപരാഗണം. അതായത് പരപരാഗണത്തിൽ 2 സസ്യങ്ങൾ വരും. ഒരു പൂവിൽ നിന്നും പരാഗണ രേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരപരാഗണം. ഓക്കെ. ദെൻ പരപരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രകൃതി. പരാഗണമാണോ പരപരാഗണമാണോ മികച്ചത്? സ്വാഭാവികം പരപരാഗണമാണ് പ്രകൃതി പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം മെച്ചപ്പെട്ട വൈവിധ്യവും മാർന്ന ഇനങ്ങൾക്ക് പരപരാഗണമാണ് നല്ലത്. മെച്ചപ്പെട്ടതും വൈവിധ്യവുമാർന്ന ഇനങ്ങൾക്ക് പരപരാഗണത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. പ്രകൃതി തന്നെ പരപരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഉദാഹരണങ്ങളാണ് സൂര്യകാന്തി, അവകാഡോ. ഇവയിൽ വ്യത്യസ്ത സമയത്താണ് കേസരവും ജനിപുടവും പാകമാവുന്നത്. കേസരവും ജനിപുടവും പാകമാവുന്നത് വ്യത്യസ്ത സമയങ്ങളിലാണ്. അതുകൊണ്ട് അവിടെ സ്വപരാഗണം പോസിബിൾ ആവില്ല. പരപരാഗണം അവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു സൂര്യകാന്തിയിലും അവകാഡോയിലും. അതുപോലെ തന്നെ മേന്തോണി എന്ന സസ്യത്തിൽ പൂക്കൾ വ്യത്യസ്ത ദിശയിലേക്ക് കാണപ്പെടുന്നു. മേന്തോണി എന്ന ചെടിയിലെ പൂക്കൾ വ്യത്യസ്ത ദിശയിൽ കാണപ്പെടുന്നു. ഇതെല്ലാം പരപരാഗണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ദെൻ പരാഗണം നടന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്തെത്തി. ദെൻ എന്ത് നടക്കണം? ബീജസങ്കലനം നടന്ന് ഫലമായിട്ട് രൂപപ്പെടണം. പരാഗണത്തിന് ശേഷം പരാഗരേണുക്കൾ ജനിതണ്ടിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു നാളിയായി വളരുന്നു. ഇതിലൂടെ പൂംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി ചേർന്ന് സിക്താണ്ഡം രൂപപ്പെടുന്നു. എന്താണ് ബീജസങ്കലനം? കേസരത്തിലെ പരാഗിൽ നിന്ന് പരാഗരേണുക്കൾ ജനിയിലെ പരാഗണ സ്ഥലത്തെത്തി. പരാഗണ സ്ഥലത്തെത്തിയ പരാഗരേണു ജനിതണ്ടിലൂടെ അണ്ഡാശയത്തിലേക്കൊരു നാളിയായി വളരുന്നു. അണ്ഡാശയത്തിലേക്ക് എത്തിയിട്ട് അവിടെ പരാഗരേണുവിൽ പൂബീജം ഉണ്ടാവും. ആ പൂംബീജവും അണ്ഡാശയത്തിലെ അണ്ഡവുമായി ചേർന്ന് സിക്താണ്ഡം രൂപപ്പെടുന്നു. ഇതാണ് ബീജസങ്കലനം. ഡയഗ്രം വെച്ച് നോക്കിയിട്ട് പഠിക്കണം. ഇവിടെ ശ്രദ്ധിക്കുക. കേസരത്തിലെ പരാഗിയിൽ നിന്ന് പരാഗരേണു പരാഗണ സ്ഥലത്തെത്തുന്നു. ജനിയിലെ പരാഗണ സ്ഥലത്തെത്തുന്നു. ഈ പരാഗണ സ്ഥലത്തിൽ നിന്ന് പരാഗരേണുക്കൾ എന്ത് ചെയ്യും? ജനിതണ്ടിലൂടെ അണ്ഡാശയത്തിലേക്കെത്തും. അണ്ഡാശയത്തിലെത്തിയിട്ട് പരാഗരേണുക്കളിൽ പൂബീജങ്ങളുണ്ട്. ഈ പൂബീജങ്ങളും അണ്ഡാശയത്തിലെ ഒവ്യൂളിൽ ഉള്ള അണ്ഡവും ചേർന്നിട്ട് സിക്താണ്ഡം രൂപപ്പെടുന്നു. ഇതാണ് ബീജസങ്കലനം എന്ന് പറയുന്ന പ്രോസസ്സ്. ദെൻ ബീജസങ്കലനം നടന്നു. ബീജസങ്കലനത്തിന് ശേഷം പൂവിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? ദളങ്ങളെല്ലാം കൊഴിഞ്ഞു പോകുന്നു. കേസരപുടവും കൊഴിഞ്ഞു പോവും. അണ്ഡാശയം എന്താവും? ഫലമായിട്ട് രൂപപ്പെടുന്നു. ജനിയിലെ അണ്ഡാശയമാണ് ഫലമായിട്ട് രൂപപ്പെടുന്നത്. അണ്ഡാശയത്തിലെ സിക്താണ്ഡം എന്താവും? ഭ്രൂണമാവുന്നു.
ഒവ്യൂള് വിത്തായിട്ട് മാറുന്നു. സിക്താണ്ഡം ഭ്രൂണമായിട്ട് മാറും. അതിനുശേഷം അണ്ടാശയം ഒരു ഫലമായിട്ട് മാറി അതിലെ ഒവ്യൂളാണ് ആ ഫലത്തിനുള്ളിലെ വിത്തുമായിട്ട് മാറുന്നത്. ദളങ്ങളും കേസരപുടവും കൊഴിഞ്ഞു പോകുന്നു. അണ്ടാശയം ഫലമാവുന്നു. സിക്താണ്ഡം ഭ്രൂണമാവുന്നു. ഒവ്യൂള് വിത്തുമാവുന്നു. ദെൻ ഫലങ്ങൾ ബീജസങ്കലനത്തിന് ശേഷം അണ്ടാശയം ഫലമായിട്ട് മാറുന്നു. ഇനി ഫലങ്ങളെക്കുറിച്ച് പഠിക്കാം. ലഘുഫലം. എന്താണ് ലഘുഫലം? ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാവുന്നതാണ് ലഘുഫലം. ഒരു പൂവ് ബീജസങ്കലനം കഴിഞ്ഞ് അത് ഒരു ഫലമായിട്ട് മാറുന്നതാണ് ലഘുഫലം എന്ന് പറയുന്നത്. ഉദാഹരണമാണ് പാവല്, മാങ്ങ, വെണ്ട, പയറ്, പപ്പായ. സസ്യത്തിലെ ഒരു പൂവ് ഒരു ഫലമാവുന്നു. അതാണ് ലഘുഫലം. ഉദാഹരണങ്ങളാണ് പാവല്, മാങ്ങ, വെണ്ട, പയറ്, പപ്പായ. ഇനി അണ്ടാശയാണ് എന്തായിട്ട് മാറുന്നത്? ഫലമായിട്ട് മാറുന്നത്. ഈ അണ്ടാശയത്തിനകത്തുള്ള ഒവ്യൂളാണ് വിത്തായിട്ട് മാറുന്നത്. അപ്പോൾ ചില അണ്ടാശയങ്ങളിൽ, ലഘുഫലങ്ങളുടെ കേസിൽ ചില അണ്ടാശയങ്ങളിൽ ഒരു ഒവ്യൂളാണ് ഉണ്ടായിരിക്കുക. എന്നാൽ ചില അണ്ടാശയത്തിൽ ഒന്നിലധികം ഒവ്യൂളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഒവ്യൂളുള്ള അണ്ടാശയം ഫലമായിട്ട് മാറുമ്പോൾ ഒരു വിത്താണ് അതിനകത്തുണ്ടായിരിക്കുക. എന്നാൽ ഒന്നിലധികം ഒവ്യൂളുള്ള അണ്ടാശയം ഫലമായിട്ട് മാറുമ്പോൾ ഒന്നിലധികം വിത്തുകൾ ആ ഫലത്തിലുണ്ടായിരിക്കും. ശ്രദ്ധിക്കുക, അണ്ടാശയത്തിൽ ഒരു ഒവ്യൂൾ മാത്രമുള്ള പൂക്കളിൽ നിന്ന് ഒരു വിത്ത് മാത്രമുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നു. അതിനുദാഹരണങ്ങളാണ് മാങ്ങ, നെല്ല്, തേങ്ങ. ഒരു ഒവ്യൂൾ മാത്രമാണ് ഉണ്ടാവുക, അപ്പോൾ ഒരു വിത്തും. ദെൻ അണ്ടാശയത്തിൽ ഒന്നിലധികം ഒവ്യൂളുള്ള പൂക്കളിൽ നിന്ന് ഒന്നിലധികം വിത്തുകളുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നു. ഒന്നിലധികം ഒവ്യൂൾ ഉണ്ടാകുമ്പോൾ ഒന്നിലധികം വിത്തുകളുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നു. ഉദാഹരണങ്ങളാണ് പാവല്, തക്കാളി ഒക്കെ. ദെൻ ലഘുഫലം കഴിഞ്ഞ് പാർത്തനോകാർപ്പി. എന്താണ് പാർത്തനോകാർപ്പി? ബീജസങ്കലനം നടക്കാതെ അണ്ടാശയം ഫലമാകുന്ന പ്രതിഭാസത്തെയാണ് പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്. അതായത് ബീജസങ്കലനം നടക്കുന്നില്ല, ബീജസങ്കലനം നടക്കാതെ അണ്ടാശയം ഫലമായിട്ട് മാറുന്ന പ്രതിഭാസത്തെയാണ് പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്. ഈ ഫലങ്ങളിൽ വിത്തുണ്ടാവില്ല. അതായത് ബീജസങ്കലനം നടന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ ഫലങ്ങളിൽ വിത്തുണ്ടാവില്ല. പാർത്തനോകാർപ്പിക്ക് ഉദാഹരണങ്ങളാണ് കൈതച്ചക്ക, വാഴപ്പഴം. പാർത്തനോകാർപ്പിക്ക് ഉദാഹരണങ്ങളാണ് കൈതച്ചക്ക, വാഴപ്പഴം. ദെൻ എന്താണ് സംയുക്ത ഫലം? സംയുക്ത ഫലം ഒരു പൂക്കുലയിൽ ഉണ്ടാവുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടിച്ചേർന്ന് ഒറ്റ ഫലം ആവുന്നതാണ് സംയുക്ത ഫലം. അതായത് ഒരുപാട് പൂവുകൾ പൂങ്കുലയായിട്ടുണ്ടാവുന്നത്, ആ പൂങ്കുല ഒന്നിലധികം ഫലങ്ങൾ കൂടിച്ചേർന്ന് ഒറ്റ ഫലമാവുന്നതാണ് സംയുക്ത ഫലം. ഒരു പൂങ്കുല, അതിലെ ഓരോ പൂങ്കുലയിലെ ഓരോ പൂവും ഫലമായിട്ട് മാറുന്നു. ആ ഫലങ്ങളെല്ലാം കൂടിച്ചേർന്ന് ഒറ്റ ഫലമായിട്ട് മാറുന്നതാണ് സംയുക്ത ഫലം. ഉദാഹരണങ്ങളാണ് ചക്ക, കൈതച്ചക്ക, ആനിലിച്ചക്ക, ശീമച്ചക്ക. സംയുക്ത ഫലം ഒരു പൂങ്കുലയിൽ ഉണ്ടാവുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടിച്ചേർന്ന് ഒറ്റ ഫലമാവുന്നതാണ് സംയുക്ത ഫലം. ഉദാഹരണം ചക്ക, കൈതച്ചക്ക, ആനിലിച്ചക്ക, ശീമച്ചക്ക. ദെൻ എന്താണ് കപടഫലങ്ങൾ? നമ്മൾ പറഞ്ഞു അണ്ടാശയങ്ങളാണ് ഫലങ്ങളായിട്ട് മാറുന്നത്. കപടഫലങ്ങളിൽ അണ്ടാശയമല്ലാതെ പൂവിലെ മറ്റു ഭാഗങ്ങൾ ഫലമായിട്ട് മാറുന്നു. ഉദാഹരണങ്ങളാണ് കശുമാങ്ങ, പൂഞ്ഞട്ടാണ് ഫലമായിട്ട് മാറുന്നത്. അതുപോലെ ആപ്പിള്, സബർ ജെല്ലി ഇവയിൽ പുഷ്പാസനമാണ് ഫലമായിട്ട് മാറുന്നത്. കപടഫലങ്ങൾ അണ്ടാശയമല്ലാതെ പൂവിലെ മറ്റു ഭാഗങ്ങൾ ഫലമായിട്ട് മാറുന്നു. ഉദാഹരണങ്ങളാണ് കശുമാങ്ങ, പൂഞ്ഞട്ടാണ് ഫലമാവുന്നത്. ആപ്പിള്, സബർ ജെല്ലി ഇവയിൽ പുഷ്പാസനമാണ് ഫലമായിട്ട് മാറുന്നത്. ദെൻ ഹാൻഡ് ബുക്കിൽ തന്നിട്ടുള്ള ഉദാഹരണങ്ങളാണ് ലഘുഫലങ്ങൾ, പുഞ്ചഫലങ്ങൾ, സംയുക്ത ഫലങ്ങൾ. കപടഫലങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ലഘുഫലങ്ങളുടെ ഉദാഹരണങ്ങളാണ് പേരക്ക, മാങ്ങ, മുന്തിരി, പയറ്, വെണ്ട, മുരിങ്ങ, റബ്ബർ, മത്തൻ, വഴുതന, തേങ്ങ, തക്കാളി, പാവൽ, നെല്ല്, അടക്ക. അതായത് ഒരു പൂവിൽ നിന്ന് ഒരു ഫലം. പുഞ്ചഫലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സീതപ്പഴം, മുള്ളാത്ത, സ്ട്രോബെറി, അരണമരക്കായ. പുഞ്ചഫലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്
സീതപ്പഴം, മുള്ളാത്ത, സ്ട്രോബെറി, അരണമരക്കായ. ദെൻ സംയുക്ത ഫലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മൾബറി, ആനിലിച്ചക്ക, ശീമച്ചക്ക. കപടഫലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ആപ്പിള്, കശുമാങ്ങ, ചാമ്പക്ക, സവർജൽ. ദെൻ പുഷ്പകൃഷി, ഫ്ലോറികൾച്ചർ. എന്താണ് പുഷ്പകൃഷി അല്ലെങ്കിൽ ഫ്ലോറികൾച്ചർ? പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് പരിപാലിക്കുന്നതാണ് പുഷ്പകൃഷി. ഫ്ലോറികൾച്ചർ. പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് പരിപാലിക്കുന്നതാണ് പുഷ്പകൃഷി. ദെൻ സഹപത്രം എന്ന് പറയുന്നത് പരാഗണകാരികളെ ആകർഷിക്കാൻ രൂപാന്തരം പ്രാപിച്ച ഇലകൾ. ചില ചെടികളിൽ ആകർഷകമായിട്ടുള്ള ഇലകളുണ്ടാവും, പല നിറത്തിലുള്ള ഇലകളുണ്ടാവും. ഇവയാണ് സഹപത്രം എന്ന് പറയുന്നത്. പരാഗണകാരികളെ ആകർഷിക്കാൻ വേണ്ടി രൂപാന്തരം പ്രാപിച്ച ഇലകളെയാണ് സഹപത്രം എന്ന് പറയുന്നത്. ഉദാഹരണങ്ങളാണ് ആന്തൂറിയം, വായ, ബോഗൻവില്ല. താങ്ക് യു. ഇത്രയൊക്കെയാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. ഒരുപാട് ഉദാഹരണങ്ങളും ടോപ്പിക്കുകളും പഠിച്ചു. കൃത്യമായിട്ട് നോട്ട് എഴുതിയിട്ട് പഠിക്കുക. തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു.